PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. ഈ 6 ക്ലാസ്സുകളിൽ 2 ക്ലാസ് ലൈവും 4 ക്ലാസ് റെക്കോർഡഡും ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള 2 ക്ലാസ്സുകളാണ് ലൈവ്. രാത്രി 8 മണിക്കും രാത്രി 10:30ക്കുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ. അതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സുമാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ബാക്കി 4 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ നമ്മുടെ കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം, SCRT, NCRT അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ ക്ലാസ്സുകൾ കണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലാസ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുവരിക. ചെറിയ ക്ലാസ്സുകളാണ് കേട്ടോ, അധികം സമയമൊന്നും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ സമയത്ത് അതായിരിക്കണം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസവും ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവിഷനും PYQ ഡിസ്കഷനും എക്സാമും എല്ലാം കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് LDCക്കാണെങ്കിലും LGSനാണെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ കിട്ടുന്ന ഭാഗമാണ്. പക്ഷെ നമുക്കിത് എല്ലാവർക്കും പഠിച്ച് കുറേ കാര്യങ്ങളൊക്കെ തറവായിട്ടുണ്ടാവും അല്ലേ. എങ്കിലും നമുക്ക് എന്തായാലും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്തായാലും എടുക്കണം. അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ എടുത്തിട്ടുള്ള ക്ലാസ്സാണ്. പക്ഷെ നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഴയ വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു എൻ്റെ ക്ലാസ് എടുക്കുന്ന രീതിയിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും നമുക്കതിൽ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നില്ല. അതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പഴയ ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം സിലബസ് തീർത്തിട്ട് നമുക്ക് കൂടുതൽ ഇപ്പോൾ റിവിഷനും PYQ ഡിസ്കഷനും കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് സിലബസ് തീർക്കുന്നത്. സോ കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമുക്കൊരൊറ്റ വീഡിയോയിലൂടെ പഠിച്ച് തീർക്കാം. മുൻപ് എടുത്ത ക്ലാസ്സാണ്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ക്ലാസ്സും കൂടെ കണ്ട് ഇന്നത്തെ ടോപ്പിക്കായിട്ട് നിങ്ങളിത് പഠിച്ചോളാം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ജില്ലകൾ കംപ്ലീറ്റ് ചെയ്തു. ഈ അടിസ്ഥാന വിവരങ്ങൾ ഇന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിച്ചോളൂ. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യമേ തന്നെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ട് വേണം പഠിക്കാനായിട്ട്. നമുക്ക് എവിടുന്ന് ഏത് തരം ചോദ്യങ്ങൾ വന്നാലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ബേസിക് മുതൽ പഠിച്ചു പോകാം. അപ്പം എന്താണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. ഓക്കെ, കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? 5 ജില്ലകളാണ്. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക. T² K² M ഇങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ഒരു കോഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് 5 ജില്ലകൾ? T² എന്ന് പറയുന്നത് തിരുവനന്തപുരം, തൃശ്ശൂർ. ഓക്കെ, 2 T² തിരുവനന്തപുരം, തൃശ്ശൂർ. ഇനി K² എന്ന് പറയുന്നത് ഒന്ന് കൊല്ലം, പിന്നെ ഒന്ന്
കോട്ടയം. ഓക്കെ, കൊല്ലം, കോട്ടയം. ഇനി എം എന്ന് പറയുന്നത് മലബാർ ആണ്. ഓക്കെ, അപ്പോൾ കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? കോഡ് ഓർത്ത് വയ്ക്കുക, T² K² M എന്ന് ഓർത്ത് വയ്ക്കുക. തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, മലബാർ. ഈ 5 ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ ഓരോ ജില്ലകളും അത് രൂപം കൊണ്ട വർഷങ്ങളും ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1949 നിലവിൽ വന്നതിൻ്റെ കോഡാണ് പറയുന്നത്. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. ഓക്കെ, ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒരു പെന്നും നോട്ടും എടുത്തിട്ട് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും അത് മറക്കില്ല. അപ്പം നോക്കാം. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്ന കോഡായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. ഇതിൽ നിന്ന് നമുക്ക് 1949 രൂപം കൊണ്ട വർഷങ്ങൾ കിട്ടും. ഏതൊക്കെയാണ്? കോ എന്ന് പറയുന്നത്, കൊതിയന്മാരിലെ കോ എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലം. തി എന്ന് പറയുന്നത് തിരുവനന്തപുരം. കൊല്ലം, തിരുവനന്തപുരം. തൃ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ട എന്നുള്ളതിൽ നിന്നും കോട്ടയം. ഓക്കെ ആണല്ലോ. അപ്പോൾ കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ജില്ലകൾ കിട്ടി. ഏതൊക്കെയാണ്? കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ട. ഇത് 4 ഫോം ചെയ്തത് എപ്പോഴാണ്? 1949. ഓക്കെ, 1949 ഫോം ചെയ്തതാണ് കൊല്ലവും തിരുവനന്തപുരവും തൃശ്ശൂരും കോട്ടയം. 4 ജില്ലയായല്ലോ. ഇനി ഏതൊക്കെയാണെന്ന് നോക്കാം. അടുത്ത കോഡ് ആല, പാല, കോഴിക്ക് 57 കണ്ണ്. ഓക്കെ, ആല, പാല, കോഴിക്ക് 57 കണ്ണ്. ഇതൊരു കോഡാണ്. ഇതിലെന്താണ്? 57 അല്ലേ? അപ്പോൾ 1957 ഫോം ചെയ്ത ജില്ലകളാണ് ഇതിൽ പറയുന്നത്. ഏതൊക്കെയാണ്? ആല എന്നുള്ളതിൽ നിന്നും ആലപ്പുഴ, പാല എന്നുള്ളതിൽ നിന്നും പാലക്കാട്, കോഴിക്ക് എന്നുള്ളതിൽ നിന്നും കോഴിക്കോട്, കണ്ണ് എന്നുള്ളതിൽ നിന്നും കണ്ണൂർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആല, പാല, കോഴിക്ക് 57 കണ്ണ് എന്ന് ഓർത്ത് വയ്ക്കുക. 1957 ഫോം ചെയ്ത ജില്ലകളാണ് ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. 4 ജില്ലകളായല്ലോ. അപ്പോൾ 1957 4 ജില്ലകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് വാപ്പ, കസറി 80, 82, 84. 2 കൂട്ടി എഴുതാം. വാപ്പ, കസറി. അതിലെ വാ എന്ന് പറയുന്നതിൻ്റെ നേരിട്ട് 80, പ 82, കസറി 84. എന്താണെന്ന് വെച്ചാൽ വാ എന്ന് പറയുമ്പോൾ വയനാടാണ്. വയനാട് ഫോം ചെയ്തത് 80ലാണ്, 1980ലാണ്. പ എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്, 82ലാണ് ഫോം ചെയ്തത്. കസറി എന്നുള്ളത് 84ലാണ്, അതായത് കാസർഗോഡ് ഫോം ചെയ്തത് 1984ലാണ്. അപ്പോൾ നമുക്ക് 3 ജില്ലകൾ കിട്ടി. ഏതൊക്കെയാണ്? വാപ്പ, കസറി എന്ന് ഓർത്ത് വെക്കുക. വാപ്പ, കസറി 80, 82, 84. ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. 2 കൂട്ടി എഴുതുവാണ്. അപ്പോൾ വാപ്പ, കസറി 80, 82, 84. വയനാട് 1980, പത്തനംതിട്ട 1982, കസറി എന്നുള്ളതിൽ നിന്നും കാസർഗോഡ് 1984 ഫോം ചെയ്തതാണെന്ന് കിട്ടിയല്ലോ. ഇനി ബാക്കിയുള്ളത് EMI 58, 69, 72. ഇതിങ്ങനെ കാണാതെ പഠിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നോക്കൂ. ഈ നമ്പർ നോക്കുമ്പോൾ തന്നെ അറിയാം. 5, 6, 7 അല്ലേ? 5, 6, 7 എന്ന് എഴുതാം. ദെൻ 8, 9, 8, 9. ദെൻ ഇവിടെ എന്താണ്? 2. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 5, 6, 7 അങ്ങോട്ട് എഴുതി. ദെൻ 8, 9 എഴുതി. 10ന്റെ സ്ഥാനത്ത് 0 അല്ല, 2 ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ നമ്പർ ഇങ്ങനെ എഴുതാം. EMI എല്ലാവരും കേട്ടിട്ടുണ്ടാവും. EMI 58, 69, 72. എന്താണിത്? ഇ എന്ന് പറയുന്നത് എറണാകുളം ഫോം ചെയ്തത് 1958ലാണ്. എം എന്ന് പറയുമ്പോൾ മലപ്പുറം ഫോം ചെയ്തത് 1969. ഐ എന്ന് പറയുന്നത് ഇടുക്കി ഫോം ചെയ്തത് എപ്പോഴാണ്?
1972 ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1 പറഞ്ഞു. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ 5. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോഡ് ഓർത്ത് വയ്ക്കുക. T സ്ക്വയർ, K സ്ക്വയർ, M. തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, കോട്ടയം, മലബാർ. ഇനി നമ്മൾ ഓരോ ജില്ലകൾ, കേരളത്തിലെ 14 ജില്ലകളും ഫോം ചെയ്ത വർഷങ്ങളും കോഡ് യൂസ് ചെയ്തിട്ട് പറഞ്ഞു. ഏതൊക്കെയാണ്? 49 കൊതിയന്മാർ തൃക്കോട്ടയിൽ. അപ്പോൾ 1949 ഫോം ചെയ്ത ജില്ലകളാണ് കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ, കോട്ടയം. ഇനി ആല, പാല, കോഴിക്ക് 57 കണ്ണ് എന്നുള്ളതിൽ നിന്നും 1957 ഫോം ചെയ്തതാണ് ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂര്. ഓക്കെ. ഇനി വാപ്പ, കസറി 80, 82, 84. അതിൽ വയനാട് 80, 1980, പത്തനംതിട്ട 1982, കാസർഗോഡ് 1984 ഫോം ചെയ്തു. ഇനി EMI എന്ന് പറയുമ്പോൾ 58, 69, 72. അത് എങ്ങനെയാണ് എഴുതിയെന്ന് പറഞ്ഞു തന്നല്ലോ. അപ്പം അത് ഓർത്ത് വയ്ക്കാം. എറണാകുളം 1958, മലപ്പുറം 1969, ഇടുക്കി 1972. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നോക്കാം. കേരളത്തിന്റെ വിസ്തീർണം, ജനസംഖ്യ ഇതൊക്കെ ഒരുപാട് തവണ മാറി മാറി ചോദിച്ചിട്ടുള്ളതാണ്. ജനസാന്ദ്രത എത്രയാണ്, തെക്ക് വടക്ക് ദൂരം എത്രയാണ്, അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് എപ്പോഴും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു 2-3 തവണ ഒന്ന് ജസ്റ്റ് വായിച്ചാൽ നമുക്ക് എപ്പോഴും മൈൻഡിൽ ഒന്ന് ഓർമ്മ നിൽക്കും. അപ്പൊ എന്തായാലും ഇത് പഠിച്ചിരിക്കണം. എന്തൊക്കെയാണ്? കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്തെന്ന് പറയുന്നത്? കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 3,34,6,061 ജനസംഖ്യ. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? 3,34,6,061 കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇനി തീരദേശ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ ആണ്. തെക്കു വടക്ക് ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 560 ആണ്. തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ, തെക്കു വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത എത്രയാണെന്ന് ചോദിച്ചാൽ 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസാന്ദ്രത 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. തെറ്റിപ്പോകരുത്. തീരദേശ ദൈർഘ്യമാണെങ്കിൽ 580, തെക്കു വടക്ക് ദൂരമാണെങ്കിൽ 560, ജനസാന്ദ്രതയാണെങ്കിൽ 860 ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത. ഇനി ജില്ലകൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എന്ത് തന്നെയാണ്? 14. ജില്ലകൾ 14, ജില്ലാ പഞ്ചായത്തുകളും 14. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ആണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ആണ്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941 ആണ്. അതുപോലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 27 ആണ്. റവന്യൂ ഡിവിഷനുകൾ 27. കോർപ്പറേഷനുകളുടെ എണ്ണം 6 കോർപ്പറേഷനാണ്. നമ്മൾ അതിൻ്റെ ഒരു കോഡ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് കോർപ്പറേഷൻ എന്ന് ഓർത്ത് വെക്കാനുള്ള കോഡ് പറയാം. അടുത്തത് നഗരസഭകൾ 87 നഗരസഭകളാണുള്ളത്. അതുപോലെ നിയമസഭാ മണ്ഡലങ്ങൾ 140, നിയമസഭാ അംഗങ്ങൾ 141 ആണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെയും കൂടെ കൂട്ടിയിട്ട് 141 നിയമസഭാ അംഗങ്ങളാണ് ഉണ്ടാവുക. നിയമസഭാ മണ്ഡലങ്ങൾ 140 ആണ്. നിയമസഭാ അംഗങ്ങൾ 141 ആണ്. ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയും കൂടെ ഉണ്ടാകും. ദെൻ ലോക്സഭാ മണ്ഡലങ്ങൾ 20 ആണ്. ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. ആലത്തൂര് അതുപോലെ തന്നെ മാവേലിക്കരയാണ് ഏത് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ. 2 എണ്ണമാണ് ഉള്ളത്. ഒന്ന് ആലത്തൂര്, ഒന്ന് മാവേലിക്കരയും. ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മാറി മാറിയിട്ട് ഏതൊക്കെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലാം ചോദിച്ചിട്ടുണ്ട്, ഏകദേശം ഉള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കണം. എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ചില ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏത്, അല്ലെങ്കിൽ തെക്കേ അറ്റത്തുള്ള നദി ഏത്, അല്ലെങ്കിൽ വടക്കേ അറ്റത്തുള്ള നദി ഏത്, അല്ലെങ്കിൽ വടക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏത്? വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്ത് ഓരോന്നായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയി പോകാറാണ് പതിവ്. അപ്പം നമുക്കത് തെറ്റാതെ എങ്ങനെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം. തെക്ക് ഭാഗത്തുള്ളത് മൊത്തമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്ത് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന്. നമ്മൾ തെക്ക് സെപ്പറേറ്റ് അതുപോലെ വടക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ തെക്ക് ഭാഗത്തുള്ളത് നോക്കാം. തെക്ക് ഭാഗത്തുള്ള ജില്ല, ഓക്കെ നോക്കാം. തെക്ക് ഭാഗത്തുള്ള
ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ലോക്സഭാ മണ്ഡലം, അതുപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ ഒക്കെ എന്താണ് ആൻസർ? തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക, തെക്ക് ഭാഗത്തുള്ള ജില്ല, അതുപോലെ തന്നെ ലോക്സഭാ മണ്ഡലം, കോർപ്പറേഷൻ, ഇവ മൂന്നും എന്താണ്? തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്, നമുക്കറിയാം. അതുപോലെ തെക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? തിരുവനന്തപുരം തന്നെയാണ്. അപ്പൊ മറക്കരുത്, ജില്ല, ലോക്സഭാ മണ്ഡലം, കോർപ്പറേഷൻ. തെക്കേറ്റത്തുള്ള ജില്ല, തെക്കേറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം, തെക്കേറ്റത്തുള്ള കോർപ്പറേഷൻ, ഇത് മൂന്നും ആൻസർ എന്താണ്? തിരുവനന്തപുരമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് അസംബ്ലി മണ്ഡലം, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത്. തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏത്, അല്ലെങ്കിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമപഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ, അസംബ്ലി മണ്ഡലം അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ്? പാറശാലയാണ് ആൻസർ. തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലവും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഏതാണ്? പാറശാലയാണ്. ഓക്കെ ആണല്ലോ. തെക്കേറ്റത്തുള്ള ജില്ലയും അതുപോലെ ലോക്സഭാ മണ്ഡലം അതുപോലെ കോർപ്പറേഷനും ചോദിച്ചാൽ ഏതാണ് ആൻസർ? തിരുവനന്തപുരമാണ്. അതുപോലെ തെക്കേറ്റത്തുള്ള അസംബ്ലി മണ്ഡലവും ഗ്രാമപഞ്ചായത്തും ചോദിച്ചാൽ ഏതാണ് ആൻസർ? പാറശാലയാണ്. ഓക്കെ, പാറശാല. ഇനി തെക്കേറ്റത്തുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയാണ്. താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ കളിയക്കാവിളയാണ്. തെക്കേറ്റത്തുള്ള ഗ്രാമം കളിയക്കാവിള, താലൂക്ക് നെയ്യാറ്റിൻകര. ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ കളിയക്കാവിള. നദി, തെക്കേ അറ്റത്തുള്ള നദി, കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെയ്യാറാണ് നദി. ഓക്കെ, തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. തെക്കേ അറ്റത്തെ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേളിക്കായലാണ്. വേളിക്കായലാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള കായൽ എന്ന് പറയുന്നത്. ഇനി കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണ് എന്ന് ചോദിച്ചാൽ, ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളായണി കായലാണ്. വെള്ളായണി കായലാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം. അതുപോലെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ, നെയ്യാർ വന്യജീവി സങ്കേതമാണ് തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. എളുപ്പമാണല്ലോ. അപ്പൊ ഇനി നമുക്ക് തെക്ക് ഭാഗത്തുള്ളത് ഏത് ചോദിച്ചാലും കൺഫ്യൂഷൻ ഇല്ലാതെ പറയാനായിട്ട് പറ്റണം. തെക്കേ അറ്റത്തെ ജില്ല, ലോക്സഭാ മണ്ഡലം അതുപോലെ തന്നെ കോർപ്പറേഷൻ, ഇത് മൂന്നും ചോദിച്ചാൽ ആൻസർ തിരുവനന്തപുരമാണ്. തെക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ആൻസർ എന്താണ്? പാറശാലയാണ്. തെക്കേ അറ്റത്തെ താലൂക്ക് ചോദിച്ചാൽ നെയ്യാറ്റിൻകരയാണ്. ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ കളിയക്കാവിളയാണ്. നദി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെയ്യാറാണ്. അതുപോലെ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ വേളിക്കായലാണ്. ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളായണി കായലാണ്. ശുദ്ധജല തടാകം. അതുപോലെ വന്യജീവി സങ്കേതം, തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ തെക്ക് ഭാഗത്ത് മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വടക്ക് ഭാഗത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വടക്ക് ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ലോക്സഭാ മണ്ഡലം ചോദിച്ചാലും എന്ത് തന്നെയാണ്? കാസർഗോഡ് തന്നെയാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലവും ഏത് തന്നെയാണ്? കാസർഗോഡ് തന്നെയാണ്. ജില്ലയും ലോക്സഭാ മണ്ഡലവും കാസർഗോഡ് തന്നെയാണ്. ഇനി താലൂക്ക്, കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക്, വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം, വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത്, ഇത് മൂന്നും എന്ത് തന്നെയാണ്? മഞ്ചേശ്വരമാണ്. ഓക്കെ, കേരളത്തിന്റെ വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാലും അസംബ്ലി മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാലും ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? മഞ്ചേശ്വരം തന്നെയാണ്. ഓക്കെ, കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്, ലോക്സഭാ മണ്ഡലവും കാസർഗോഡ്, ജില്ലയും ലോക്സഭാ മണ്ഡലവും കാസർഗോഡാണെന്ന് പറഞ്ഞു. താലൂക്ക്, അസംബ്ലി മണ്ഡലം, ഗ്രാമപഞ്ചായത്ത്, ഇത് മൂന്നും ചോദിച്ചാൽ ഏത് തന്നെയാണ് ആൻസർ? മഞ്ചേശ്വരമാണ് ആൻസർ. മഞ്ചേശ്വരമാണ് താലൂക്ക്, അസംബ്ലി മണ്ഡലം, ഗ്രാമപഞ്ചായത്ത്, മൂന്നും ചോദിച്ചാൽ എന്താണ് ആൻസർ? മഞ്ചേശ്വരം. ഓക്കെ, ഇനി ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ തലപ്പാടിയാണ്. തെക്കേ അറ്റത്തെ ഗ്രാമം ഏതാണെന്ന് പറഞ്ഞു? കളിയക്കാവിളയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ വടക്കേ അറ്റത്തെ ഗ്രാമം എന്ന് പറയുന്നത് തലപ്പാടിയാണ്. നദി ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. തെക്കേ അറ്റത്തെ നദി നെയ്യാറായിരുന്നു. വടക്കേ അറ്റത്തെ നദി ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ് വടക്കേ അറ്റത്തെ നദി എന്ന് പറയുന്നത്. ഇനി കായൽ, ഉപ്പളക്കായലാണ് അല്ലെ. തെക്കേ അറ്റത്തെ കായൽ ഏതാണെന്ന് പറഞ്ഞത്? വേളിക്കായൽ. വേളിക്കായലാണ് തെക്കേ അറ്റത്തെ കായൽ എന്ന് പറഞ്ഞു. ഉപ്പളക്കായലാണ് വടക്കേ അറ്റത്ത് കാണുന്ന കായൽ ഏതാണ്? ഉപ്പളക്കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ, ഉപ്പളക്കായൽ. ഇനി ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. നമ്മൾ തെക്കേ അറ്റത്തുള്ളത് ഏതാണ് പറഞ്ഞത്? തടാകം വെള്ളായണി കായലാണ് അല്ലെ. ശുദ്ധജല തടാകം പറഞ്ഞത് വെള്ളായണി കായലാണ്. ഇവിടെ വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. അതുപോലെ വന്യജീവി സങ്കേതം, തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതമാണെന്ന് പറഞ്ഞു. വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഓക്കെ ആണല്ലോ. ഇനി തെറ്റിക്കാതെ എഴുതാനായിട്ട് പറ്റണം.
വടക്കേ അറ്റത്തുള്ള ജില്ല ചോദിച്ചാൽ കാസർഗോഡ്. ജില്ലയും ലോക്സഭാ മണ്ഡലവും ചോദിച്ചാൽ കാസർഗോഡാണ്. അതുപോലെ താലൂക്ക്, അസംബ്ലി മണ്ഡലം, ഗ്രാമപഞ്ചായത്ത് ഇത് മൂന്നും ചോദിച്ചാൽ എന്താണ് ആൻസർ? മഞ്ചേശ്വരമാണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ തലപ്പാടിയാണ്. നദി ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ചേശ്വരം പുഴയാണ്. കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പളക്കായലാണ്, ഉപ്പളക്കായൽ. അതുപോലെ ശുദ്ധജല തടാകം, വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകമാണ്. വന്യജീവി സങ്കേതം, വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ആറളം വന്യജീവി സങ്കേതമാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല ഏത്? കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏത്? അല്ലെങ്കിൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത്? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളതിൽ കൂടുതലുള്ളതും എല്ലാം കൂടെ, അതുപോലെ തന്നെ കുറവുള്ളത് എല്ലാം കൂടെ, അങ്ങനെ ഒരു സെക്ഷനായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ കൂടുതലുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ജനസംഖ്യ കൂടുതലുള്ള ജില്ല, ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ലയും ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. ജനസംഖ്യ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്തും കൂടുതലാണ്? ജനസംഖ്യ വളർച്ചാ നിരക്കും കൂടുതലുള്ളത് മലപ്പുറത്ത് തന്നെയാണ്. അപ്പൊ ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? മലപ്പുറം തന്നെയാണ്. ഓക്കെ ആണല്ലോ, ഓർത്ത് വെക്കുക. ഇനി ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല, അതുപോലെ ജനസംഖ്യ കൂടുതലുള്ള കോർപ്പറേഷൻ, നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഓക്കെ, തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല ഏതാണ്? അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ, അതുപോലെ നഗരവാസികൾ ഏറ്റവും അധികമുള്ള ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? തിരുവനന്തപുരമാണ്. മറക്കാതെ പഠിക്കണം. ജനസംഖ്യ കൂടുതൽ, അതുപോലെ തന്നെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ മലപ്പുറത്താണെന്ന് പറഞ്ഞു. ജനസാന്ദ്രത, അതുപോലെ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ, അതുപോലെ തന്നെ നഗരവാസികൾ കൂടുതൽ, ഇത് മൂന്നും എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓർക്കുക. അടുത്തത് ജനസംഖ്യ കൂടിയ വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ് ആണ്. ജനസംഖ്യ കൂടുതലുള്ള വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൻ ദേവൻ ഹിൽസ് ആണ്. ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് താലൂക്കാണ്. കോഴിക്കോട് താലൂക്കിലാണ് ജനസംഖ്യ കൂടുതലുള്ള താലൂക്ക്. ഇനി സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല, അതുപോലെ തന്നെ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കണ്ണൂർ തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ തന്നെ കടൽ തീരം. നമ്മൾ ജനസംഖ്യയുടെ കൂട്ടത്തിൽ എന്താ കടൽ കൊണ്ടുവച്ചിരിക്കണമെന്ന് വിചാരിക്കരുത്. നമ്മളത് ലിങ്ക് ചെയ്ത് പഠിക്കാനാണ്. ഓരോ ജില്ലയിലും എന്തൊക്കെയാണ് കൂടുതൽ എന്നുള്ളത്, കൂടുതൽ മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളതും അതുപോലെ കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ലയും ഏത് തന്നെയാണ്? കണ്ണൂർ തന്നെയാണ്. ഓക്കെ, ഇനി സാക്ഷരതാ നിരക്ക്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. വനപ്രദേശം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. പട്ടികജാതി വിഭാഗം ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. അതുപോലെ പട്ടികവർഗം ഏറ്റവും കൂടുതൽ എവിടെയാണ്? വയനാടാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ജനസംഖ്യ കൂടുതൽ, ജനസംഖ്യയും ജനസംഖ്യ വളർച്ചാ നിരക്കും കൂടുതലുള്ളത് മലപ്പുറത്താണ്. അതുപോലെ ജനസാന്ദ്രത, ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ, നഗരവാസികൾ കൂടുതലുള്ളത്, ഇത് മൂന്നും എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ജനസംഖ്യ കൂടിയ വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൻ ദേവൻ ഹിൽസ് ആണ്. താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. അതുപോലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ളതും കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല ചോദിച്ചാലും ഏത് തന്നെയാണ്? കണ്ണൂർ തന്നെയാണ്. ഇനി സാക്ഷരതാ നിരക്ക് കൂടുതലുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. വനപ്രദേശം കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. പട്ടികജാതി വിഭാഗം കൂടുതലുള്ളത് പാലക്കാടും പട്ടികവർഗ വിഭാഗം കൂടുതലുള്ളത് വയനാടുമാണ്. പട്ടികജാതി വിഭാഗം പാലക്കാടാണ്, പട്ടികവർഗ വിഭാഗം ഉള്ളത് വയനാട് ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് കുറവ് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ കൂടുതലുള്ളത് പറഞ്ഞു, കുറവാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ശതമാന അടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കുറവുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? വയനാട് ജില്ലയാണ്. ഓക്കെ, ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ളത് വയനാടാണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ അവിടെ കൂടുതലുള്ളതിൽ പറയാൻ വിട്ടുപോയതാണ്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരിലാണ് ശതമാനാടിസ്ഥാനത്തിൽ. നഗരവാസികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ളത് കണ്ണൂരാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് എഴുതി ചേർക്കുക, വിട്ടുപോയതാണ് പറയാനായിട്ട്.
ഓക്കെ, അപ്പൊ ഇവിടെ ജനസംഖ്യ ഏറ്റവും കുറവും അതുപോലെ തന്നെ ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കുറവ് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അതുപോലെ പട്ടികജാതി വിഭാഗം ഏറ്റവും കുറവും എവിടെ തന്നെയാണ്? വയനാട് ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ ജനസംഖ്യ ഏറ്റവും കുറവ്, ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ ഏറ്റവും കുറവ്, പട്ടികജാതി വിഭാഗം ഏറ്റവും കുറവ് എവിടെ തന്നെയാണ്? വയനാട് ജില്ലയിൽ തന്നെയാണ്. ഇനി ജനസാന്ദ്രത ഏറ്റവും കുറവ് അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് ജനസാന്ദ്രതയും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അനുപാതവും ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇനി പട്ടികവർഗം ഏറ്റവും കുറവ്, പട്ടികവർഗ വിഭാഗം ഏറ്റവും കുറവ് ആലപ്പുഴ ജില്ലയിലാണ്. അതുപോലെ തന്നെ വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ലയും എവിടെയാണ്? ആലപ്പുഴയിൽ തന്നെയാണ്. പട്ടികവർഗ വിഭാഗം ഏറ്റവും കുറവ് അതുപോലെ തന്നെ വനപ്രദേശം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. അതുപോലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറവ് പത്തനംതിട്ടയിലാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള കോർപ്പറേഷൻ തൃശ്ശൂരാണ്. അതുപോലെ ജനസംഖ്യ ഏറ്റവും കുറവുള്ള വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ മ്ലാപ്പാറയാണ്. മ്ലാപ്പാറയാണ് ജനസംഖ്യ ഏറ്റവും കുറവുള്ള വില്ലേജ്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മല്ലപ്പള്ളിയാണ്. മല്ലപ്പള്ളി താലൂക്കാണ്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. കടൽ തീരം ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയിലാണ്. കടൽ തീരം ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കുറവുള്ള കാര്യങ്ങളൊക്കെ ജനസംഖ്യ അതുപോലെ തന്നെ ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ അതുപോലെ പട്ടികജാതി വിഭാഗം എന്നിവ കുറവുള്ളത് വയനാട് ജില്ലയിലാണ്. ജനസാന്ദ്രതയും സ്ത്രീ പുരുഷ അനുപാതവും ഏറ്റവും കുറവുള്ളത് ഇടുക്കി ജില്ലയിലാണ്. പട്ടികവർഗം അതുപോലെ തന്നെ വനപ്രദേശം ഏറ്റവും കുറവുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറവുള്ളത് പത്തനംതിട്ടയിലും. ജനസംഖ്യ കുറവുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ തൃശ്ശൂരാണ്. വില്ലേജ് ചോദിച്ചാൽ മ്ലാപ്പാറ. ജനസംഖ്യ കുറവുള്ള താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ മല്ലപ്പള്ളിയാണ്. സാക്ഷരതാ നിരക്ക് കുറവുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. കടൽ തീരം ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കൂടുതലും കുറവും നമ്മളിപ്പോൾ പറഞ്ഞു, അതിൽ വരുന്നത് തന്നെയാണ് താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, വിസ്തീർണം, മുനിസിപ്പാലിറ്റിയുടെ വിസ്തീർണം വെച്ചിട്ടുള്ള കൂടുതലുള്ള മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിൻ്റെ ഒന്നും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് പറയുകയാണ്. കൂടുതലും കുറവുള്ളത് ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? താലൂക്കുകൾ ഉള്ളത്. താലൂക്കുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം, മലപ്പുറമാണ്. ഏറ്റവും കുറവുള്ളത് വയനാട് ജില്ലയിലാണ്. ഓക്കെ, ഏറ്റവും കുറവുള്ളത് വയനാട് ജില്ലയിലാണ്. ഇനി ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത്. ഏറ്റവും കുറവ് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. അപ്പോൾ ഓർക്കുക, താലൂക്ക് ഏറ്റവും കുറവ്, ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കുറവ്, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത്. അത് മൂന്നും ഏറ്റവും കുറവ് വരുന്നത് വയനാട് ജില്ലയിലാണ്. അപ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. താലൂക്ക് ഏറ്റവും കുറവ്, ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കുറവ്, ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ്. ഇനി ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞു നമ്മൾ. താലൂക്ക് ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം, മലപ്പുറമാണ്. ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ്, വയനാടിലാണ് കുറവ്. നഗരസഭ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. ഓക്കെ, എറണാകുളം. ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് നഗരസഭ ഉള്ളത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ വിസ്തീർണം കൂടുതലുള്ള മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. ഏറ്റവും കുറവ് വിസ്തീർണമുള്ള മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ആലുവയാണ് ഏറ്റവും കുറവ് വിസ്തീർണമുള്ള മുനിസിപ്പാലിറ്റി. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വയനാട് ജില്ലയിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഏറ്റവും കൂടുതൽ താലൂക്കുകൾ ഉള്ളത് എറണാകുളം, മലപ്പുറം ജില്ലകളിലാണ്. ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ്. നഗരസഭ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളമാണ്. ഇവിടെ നോക്കൂ, താലൂക്ക് എറണാകുളം, മലപ്പുറം. അതിൽ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തും അതുപോലെ നഗരസഭ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളത്തുമാണ്. ഇനി വിസ്തീർണം ഏറ്റവും കൂടുതലുള്ള മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കുറവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവ ഏറ്റവും കുറവുള്ള ജില്ല എന്ന് പറയുന്നത് മൂന്നും എന്താണ്? വയനാട് ജില്ലയാണ്. പിന്നെ പഠിക്കാനുള്ളത് എന്താണ്? നഗരസഭ ഏറ്റവും കുറവുള്ളത് ഇടുക്കി ജില്ലയിലും വിസ്തീർണം ഏറ്റവും കുറവുള്ള മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ആലുവയുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നമ്മൾ കൂടുതൽ കുറവ് എന്ന് പറഞ്ഞിട്ടുള്ള എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കോർപ്പറേഷനുകൾ അല്ലേ? കോർപ്പറേഷൻ്റെ കോഡ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ 6 കോർപ്പറേഷനാണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അവയുടെ കോഡും നോക്കാം.
കേരളത്തിൽ 6 കോർപ്പറേഷനാണെന്ന് പറഞ്ഞു. T² K⁴ എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് 2 Tയും 4 Kയും, അങ്ങനെ മൊത്തം 6 കോർപ്പറേഷൻ. ഏതൊക്കെയാണ്? 2 T എന്ന് പറയുന്നത്, ഒന്നാമത്തെ T തിരുവനന്തപുരം, രണ്ടാമത്തെ T എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഓക്കെ, തിരുവനന്തപുരം, തൃശ്ശൂർ 2 T ആയി. ഇനി 4 K ഉണ്ട് അല്ലേ? 4 K എന്ന് പറയുന്നത് കൊല്ലം, അടുത്തത് കോഴിക്കോട്, കണ്ണൂർ, അടുത്തത് കൊച്ചി. ഇതാണ് അടുത്ത 4 കോർപ്പറേഷൻ. അപ്പം മൊത്തം 6 കോർപ്പറേഷനാണ്. T² എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, K⁴ എന്ന് പറയുന്നത് കൊല്ലം, കോഴിക്കോട്, കണ്ണൂര്, കൊച്ചി. അപ്പൊ ഇതാണ് 6 കോർപ്പറേഷൻ എന്ന് പറയുന്നത്. 4ഉം 2ഉം 6, 2 Tയും 4 Kയും ഓർത്ത് വെക്കുക. കോഡ് 6 കോർപ്പറേഷനുകളായി. ഇനി നമ്മൾ നേരത്തെ കടൽ തീരമുള്ള ജില്ല അല്ലെ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ കടൽ തീരമില്ലാത്ത ജില്ലകളുണ്ട് കേരളത്തിൽ. കടൽ തീരമില്ലാത്ത ജില്ലകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാനുള്ള കോഡ് നോക്കാം. EPP വാങ്ങാൻ കൊള്ളാം. എല്ലാവർക്കും അറിയുന്ന കോഡായിരിക്കും, എങ്കിലും നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഇതൊന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. EPP വാങ്ങാൻ കൊള്ളാം. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് പറ്റും. ഏതൊക്കെയാണ്? E എന്ന് പറയുമ്പോൾ ഇടുക്കി, P എന്ന് പറയുന്നത് 2 P ഉണ്ട് അല്ലേ? 2 P ഉണ്ട്. ഒരു P എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. അടുത്ത P പാലക്കാട്. അടുത്തത് വാങ്ങാൻ കൊള്ളാം, അതിൽ വാ എന്ന് പറയുന്നത് വയനാട്, കൊള്ളാം എന്നുള്ളതിലെ കോ എന്ന് പറയുന്നത് കോട്ടയമാണ്. ഓക്കെ, അപ്പോൾ ഈ 5 ജില്ലകളിലാണ് എന്തുള്ളത്? കടൽ തീരമില്ലാത്തത്. ഓക്കെ, കടൽ തീരമില്ലാത്ത ജില്ലകൾ. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? EPP വാങ്ങാൻ കൊള്ളാം. കോഡ് ഓർത്ത് വയ്ക്കുക. ഇടുക്കി, പത്തനംതിട്ട, പാലക്കാട്, വയനാട്, കോട്ടയം. ഈ 5 ജില്ലകളിലാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ. അതുപോലെ കോർപ്പറേഷന്റെ കോഡ് ഓർത്ത് വയ്ക്കുക. T² K⁴ എന്നുള്ളതാണ് കോഡ്. കോർപ്പറേഷനുകൾ 6 എണ്ണമാണ് ഉള്ളത്. എല്ലാവരും പഠിച്ചിരിക്കുക. ആദ്യമേ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിന്റെ സ്ഥാനമാണ്. അതായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് ഓരോ കാര്യത്തിലും സ്ഥാനമുണ്ട്. ജനസംഖ്യയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ വലിപ്പത്തിന്റെ കാര്യത്തിൽ, ജനസാന്ദ്രതയുടെ കാര്യത്തിൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത്തെ സ്ഥാനമാണ് എന്നുള്ള കാര്യം ഒന്ന് നോക്കണം. അപ്പൊ നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലുപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ 21ാം സ്ഥാനമാണ്. വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രാം സ്ഥാനമാണ്? 21ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. ഇനി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 13ാം സ്ഥാനമാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത്തെ സ്ഥാനമാണ്? 13ാം സ്ഥാനമാണ്. അതുപോലെ ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ, ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം എത്രാമത്തെ സ്ഥാനമാണെന്ന് ചോദിച്ചാൽ 3ാം സ്ഥാനമാണ്. ഓക്കെ, വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 21ാം സ്ഥാനം, ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ 13ാം സ്ഥാനം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 13ാം സ്ഥാനം, ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ 3ാം സ്ഥാനം. അതുപോലെ സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ തന്നെ സാക്ഷരത, ഇതിന് രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ സ്ഥാനം 1ആണ്. 1ാമത്തെ സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിച്ചാൽ 21ാം സ്ഥാനമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ കേരള സംസ്ഥാനത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 13ാം സ്ഥാനമാണ്. ഇനി അത് ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 3ാം സ്ഥാനമാണ്. സ്ത്രീ പുരുഷ അനുപാതത്തിൽ എത്രാം സ്ഥാനമാണ്, അല്ലെങ്കിൽ സാക്ഷരതയിൽ എത്രാം സ്ഥാനമാണ് കേരളത്തിനുള്ളതെന്ന് ചോദിച്ചാൽ എത്രാം സ്ഥാനമാണ്? 1ാം സ്ഥാനമാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഏറ്റവും വലിയ ജില്ല ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും വലിയ താലൂക്ക്, ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ മാറി മാറി ചോദിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ്. എളുപ്പമാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പൊ അറിയുമെങ്കിലും അറിയില്ലെങ്കിലും എന്തായാലും എല്ലാവരും ഇതൊന്ന് വായിച്ചിരിക്കണം. ഇനി ഏറ്റവും വലിയ താലൂക്ക് എന്താണ്? ഏറനാട് താലൂക്കാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്കാണ്. ഏറ്റവും ചെറിയ താലൂക്ക് എന്ന് പറയുന്നത് കുന്നത്തൂർ താലൂക്കാണ്. ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്?
കുന്നത്തൂർ താലൂക്ക്. ഇനി ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. കുമളി ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വളപട്ടണമാണ്. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. അതുപോലെ കേരളത്തിൽ ഒരേ ഒരു കണ്ടോൺമെന്റ് ആണ് ഉള്ളത്. അത് ഏതാണെന്ന് വെച്ചാൽ ഒരെണ്ണേ ഉള്ളൂ, ഒരു കണ്ടോൺമെന്റ് ആണ് ഉള്ളത്, അത് കണ്ണൂരാണ്. ഓക്കെ, ഒരേ ഒരു കണ്ടോൺമെന്റ് ആണുള്ളത്, അത് കണ്ണൂരാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്, ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും വലിയ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏറനാട് താലൂക്കാണ്. ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ കുന്നത്തൂർ താലൂക്കാണ്. ഇനി ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കുമളി ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ വളപട്ടണമാണ്, വളപട്ടണം. ഇനി ഒരേ ഒരു കണ്ടോൺമെന്റ് ആണ് ഉള്ളത്. കേരളത്തിൽ എത്ര കണ്ടോൺമെന്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു കണ്ടോൺമെന്റേ ഉള്ളൂ, അതേതാണ്, കണ്ണൂരാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു സാക്ഷരതയുടെ അടിസ്ഥാനത്തിൽ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സാക്ഷര കേരളത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. കേരളത്തിലെ സാക്ഷരത എന്ന് പറയുന്നത് 93.91%. 93.91% എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 94% എന്ന് കാണാം, അല്ലെങ്കിൽ 93% എന്ന് കാണാൻ പറ്റും. അപ്പോൾ 94% എന്നാണെങ്കിൽ അത് ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ 93.91% എന്തെന്ന് പറയുന്നത് കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത് 93.91%. മുൻപ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് സാക്ഷരതയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. എല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കാം എന്തൊക്കെയാണെന്ന്. പുരുഷ സാക്ഷരത, കേരളത്തിലെ പുരുഷ സാക്ഷരത എന്ന് പറയുന്നത് 96.11%. ചിലപ്പോൾ 96% എന്നും കാണാറുണ്ട്. അപ്പോൾ അത് ഏതാണോ തന്നിരിക്കുന്നത് അത് ആൻസർ ചെയ്യുക. അതുപോലെ സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് 92.07% ആണ്. 92.07% അല്ലെങ്കിൽ 92% എന്നും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുരുഷ സാക്ഷരത 96.11%. സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് 92.07% സ്ത്രീ സാക്ഷരത. ഇനി സാക്ഷരതാ നിരക്ക് കൂടുതലുള്ള ജില്ല. സാക്ഷരതാ നിരക്ക് കൂടുതലുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിലാണ് സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല പാലക്കാടാണ്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയും ഏറ്റവും കുറവുള്ള ജില്ല പാലക്കാട് ജില്ലയുമാണ്. അങ്ങനെ ഓർത്തേക്കുക. പത്തനംതിട്ടയിലാണ് കൂടുതലുള്ളത്, കുറവുള്ളത് പാലക്കാട് ജില്ലയിലാണ്. ഇനി ഏറ്റവും കൂടുതലുള്ള ഗ്രാമം, സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ഗ്രാമം എന്ന് പറയുന്നത് നെടുമുടിയാണ്. മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഏതാണ്? ചെങ്ങന്നൂറാണ്. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത. മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചാൽ ചെങ്ങന്നൂറാണ്. അതുപോലെ ഗ്രാമം, ഏത് ഗ്രാമത്തിലാണ് സാക്ഷരത ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ എന്താണ്? നെടുമുടിയാണ് ആൻസർ ആയിട്ട് വരിക. ഇനി 100% സാക്ഷരത കൈവരിച്ച ആദ്യത്തെ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കരിവെള്ളൂർ പഞ്ചായത്താണ്. കരിവെള്ളൂർ പഞ്ചായത്താണ് 100% സാക്ഷരത ഉറപ്പുവരുത്തിയ ആദ്യ പഞ്ചായത്ത്. കരിവെള്ളൂർ പഞ്ചായത്താണ്. അതുപോലെ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനമാണ് എന്ത്? കേരളം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. ആദ്യത്തെ പട്ടണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളം. ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം ജില്ലയാണ്. ആദ്യത്തെ പട്ടണം അഥവാ മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ, ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണം ഏതാണെന്ന് ചോദിച്ചാലും ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് ആൻസർ? കോട്ടയമാണ്. ഓക്കെ, കോട്ടയം. അടുത്തത് സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ, സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിലമ്പൂർ ഗ്രാമപഞ്ചായത്താണ്. മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ പയ്യന്നൂരാണ്. മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. അതുപോലെ ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മങ്കരയാണ്. പാലക്കാട് ജില്ലയിലുള്ള മങ്കരയാണ് ആദ്യത്തെ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത്. വളരെയധികം
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോന്നും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കാം. കേരളത്തിൽ സാക്ഷരതയുടെ കാര്യത്തിൽ കേരളത്തിന് 1-ാം സ്ഥാനമാണുള്ളത്. കേരളത്തിൻ്റെ സാക്ഷരത എന്ന് പറയുന്നത് 93.91%. പുരുഷ സാക്ഷരത 96.11%. അതുപോലെ സ്ത്രീ സാക്ഷരത എന്ന് പറയുന്നത് 92.07%. ഇനി സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയും കുറഞ്ഞ ജില്ല എന്താണ്? പാലക്കാട് ജില്ലയുമാണ്. ഇനി സാക്ഷരതാ നിരക്ക് കൂടിയ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ നെടുമുടിയാണ്. മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെങ്ങന്നൂരാണ്. അതുപോലെ 100% സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കരിവെള്ളൂർ പഞ്ചായത്താണ്. അതുപോലെ ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളം. ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളമാണ്. ആദ്യത്തെ പട്ടണം അഥവാ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കോട്ടയം ജില്ലയാണ്. ഓക്കെ ആണല്ലോ. ഇനി സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് കണ്ണൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നിലമ്പൂരാണ്. മുനിസിപ്പാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയാണ്. ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറയുന്നത് മങ്കരയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ഔദ്യോഗികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്, അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷി ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഔദ്യോഗിക വൃക്ഷം, കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയുന്നതായിരിക്കും, തെങ്ങ് അല്ലേ? ഔദ്യോഗിക വൃക്ഷം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. ഇനി അതിന്റെ ശാസ്ത്രീയ നാമം പഠിക്കണം. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫെറ. കോക്കസ് ന്യൂസിഫെറ എന്നുള്ളതാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഇനി 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം, 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം, അതുപോലെ തന്നെ കൽപ്പവൃക്ഷം. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം, കൽപ്പവൃക്ഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? തെങ്ങാണ്. തെങ്ങിനെയാണ് 1000 ആവശ്യങ്ങൾക്ക്. ഇതുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് എല്ലാം. ഓരോ പോയിന്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ പോയിന്റ്സും പഠിച്ചിരിക്കുക. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം, അതുപോലെ തന്നെ കൽപ്പവൃക്ഷം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? തെങ്ങ് തന്നെയാണ്. ഇനി കേരളത്തെ കൂടാതെ തെങ്ങ് ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഗോവയാണ്. ഗോവ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെയും ഔദ്യോഗിക വൃക്ഷം ഏത് തന്നെയാണ്? തെങ്ങ് തന്നെയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം മാത്രമല്ല, കേരളത്തെ കൂടാതെ ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ് എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? ഗോവയാണ്. ഗോവയുടെ ഔദ്യോഗിക വൃക്ഷം കൂടിയാണ് എന്ത്? തെങ്ങെന്ന് പറയുന്നത്. ഇനി ലോക നാളികേര ദിനം ഓർക്കേണ്ട പോയിന്റാണ്. ലോക നാളികേര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 2-നാണ്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2-നാണ്. അതുപോലെ തന്നെ ദേശീയ നാളികേര ദിനം, ദേശീയ നാളികേര ദിനം എന്ന് പറയുന്നത് ജൂൺ 26-നാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓർത്ത് വയ്ക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങാണ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫെറ എന്ന് പറയുന്നത്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം, കൽപ്പവൃക്ഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് തെങ്ങ് തന്നെയാണ്. അതുപോലെ തെങ്ങ് ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള വേറൊരു സംസ്ഥാനമാണേത്? ഗോവ എന്ന് പറയുന്നത്. ഗോവയുടെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. അതുപോലെ ലോക നാളികേര ദിനം എന്നാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 2-ആണ്. ദേശീയ നാളികേര ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? ജൂൺ 26-നാണ്. ഇപ്പം നമ്മൾ ഔദ്യോഗിക വൃക്ഷം പറഞ്ഞു. അടുത്തത് ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം, കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല. കാഷ്യ ഫിസ്റ്റുല എന്നുള്ളതാണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അതുപോലെ ഓർത്തു വെക്കേണ്ട പോയിന്റ്, സുവർണകം കർണികാരം. സുവർണകം കർണികാരം എന്നിങ്ങനെ അറിയപ്പെടുന്ന പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ മറ്റു പേരുകളാണ് സുവർണകം, അതുപോലെ തന്നെ
കർണികാരം. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ഔദ്യോഗിക പുഷ്പം? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല. കണിക്കൊന്നയുടെ മറ്റു പേരുകളാണ് സുവർണകം, കർണികാരം. ഇനി അടുത്തത് ഔദ്യോഗിക മൃഗം. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം എല്ലാവർക്കും അറിയാം, ആനയാണ് അല്ലെ? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എലിഫസ് മാക്സിമസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ഇനി ആനയെ ഒരു പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2010 2010 ആനയെ പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കർണാടക, അതുപോലെ തന്നെ ജാർഖണ്ഡ്. കർണാടക അതുപോലെ ജാർഖണ്ഡ്, ഇതിന്റെ രണ്ടിന്റെയും ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ആന തന്നെയാണ്. അപ്പൊ കേരളത്തെ കൂടാതെ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കർണാടക അതുപോലെ തന്നെ ജാർഖണ്ഡ് ആണ്. ആനയെ ഒരു പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചത് 2010. ശാസ്ത്രീയ നാമം എന്താണ് ആനയുടെ? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ്. ഔദ്യോഗിക മൃഗമാണ് ആന എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. ഇനി അതിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാല് ബ്യൂസെറസ് ബൈക്കോർണിസ് ആണ്. ബ്യൂസെറസ് ബൈക്കോർണിസ് എന്നുള്ളതാണ് മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് ബ്യൂസെറസ് ബൈക്കോർണിസ്. ഇനി ഈ മലമുഴക്കി വേഴാമ്പല് ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിന്റെയും കൂടെ ഔദ്യോഗിക പക്ഷിയാണ് ആര്? മലമുഴക്കി വേഴാമ്പൽ. അപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ മലമുഴക്കി വേഴാമ്പലാണ്. അതിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ബ്യൂസെറസ് ബൈക്കോർണിസ് എന്നുള്ളതാണ് മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം. മലമുഴക്കി വേഴാമ്പല് ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള മറ്റു സംസ്ഥാനം ഏതാണ്? കേരളത്തെ കൂടാതെ ഏത് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ എന്നൊക്കെ ചോദിച്ചാൽ എന്താണ് ആൻസർ? അരുണാചൽ പ്രദേശ്. ഇനി അടുത്തത് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. ഇനി അതിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എട്രോപ്ലസ് സുരാറ്റൻസിസ്. എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നുള്ളതാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരാറ്റൻസിസ്. എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നുള്ളതാണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഇനി കരിമീനിനെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2010 കരിമീനിനെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിച്ചത്. ഇനി അതിന്റെ കരിമീൻ വർഷമായി ആചരിച്ചത് 2011. കരിമീൻ വർഷമായി ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2011. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഔദ്യോഗിക മത്സ്യം, കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണെന്ന് ചോദിച്ചാൽ കരിമീനാണ്. അതിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നുള്ളതാണ്. ദെൻ കരിമീനിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2010. കരിമീൻ വർഷമായി ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2011. ഇനി അടുത്തത് ഔദ്യോഗിക ഫലം. ഔദ്യോഗിക ഫലം ഏതാണ്? ഫലം എന്ന് പറയുന്നത് ചക്കയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക എന്ന് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമം ആർട്ടോകോർപ്പസ് ഹെട്രോഫൈലസ്. ഇതാണ് ചക്ക
ചക്കയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ്? ആർട്ടോകോർപ്പസ് ഹെട്രോഫൈലസ് എന്നുള്ളതാണ് ചക്കയുടെ ശാസ്ത്രീയ നാമം. ഇനി ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2018 2018 ചക്കയെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഔദ്യോഗിക ഫലം, കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാണെന്ന് ചോദിച്ചാൽ ചക്കയാണ്. ചക്കയുടെ ശാസ്ത്രീയ നാമമാണ് ആർട്ടോകോർപ്പസ് ഹെട്രോഫൈലസ് എന്ന് പറയുന്നത്. ഇനി ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 2018. ഇനി അടുത്തത് ഔദ്യോഗിക ഉത്സവം. കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമാണ് എന്ത്? ഓണം. കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവം എന്നറിയപ്പെടുന്നത് ഓണമാണ്. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ പോയിന്റ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയപ്പോൾ കാണാനായിട്ട് പറ്റി. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഔദ്യോഗിക ഉത്സവമാണ് ഓണം എന്ന് പറഞ്ഞു. അതുപോലെ ശരത്കാല ഉത്സവം എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ഓണം തന്നെയാണ്. ഓണം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ശരത്കാല ഉത്സവം. ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ഓണം തന്നെയാണ്. അതുപോലെ ഓണം ഔദ്യോഗിക ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1961 1961 ഓണത്തെ ഔദ്യോഗിക ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി ഓണത്തിന് കേരളത്തെ കൂടാതെ ഓണം എന്ന് പറയുന്ന ആഘോഷത്തിന് അവധി നൽകുന്ന മറ്റൊരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മിസോറമാണ്. മിസോറമാണ് ഓണത്തിന്, കേരളം അല്ലാതെ ഓണത്തിന് അവധി നൽകുന്ന മറ്റൊരു സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മിസോറമാണ്. മിസോറം സംസ്ഥാനത്തിനാണ് ഓണത്തിന് അവധി നൽകുന്നത്. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ്, ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അത്തച്ചമയം നടത്തുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത്തച്ചമയം നടത്തുന്നത് തൃപ്പൂണിത്തറയിലാണ് അത്തച്ചമയം നടക്കുക. അത്തച്ചമയം, ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള അത്തച്ചമയം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃപ്പൂണിത്തറയിലാണ് അത്തച്ചമയം നടക്കുന്നത്. അപ്പോൾ ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നോക്കാം, കേരളത്തിന്റെ ഔദ്യോഗിക ഉത്സവമാണ് ഏത്? ഓണം എന്ന് പറയുന്നത്. ശരത്കാല ഉത്സവം ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഓണം തന്നെയാണ്. അതുപോലെ 1961 ഓണത്തെ ഔദ്യോഗിക ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ കേരളം കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന മറ്റൊരു സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. മിസോറാം. അതുപോലെ തന്നെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് അത്തച്ചമയം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃപ്പൂണിത്തറയിലാണ്. ഇനി ഔദ്യോഗിക ശലഭം, അതൊന്ന് ഓർത്ത് വെക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. അതിന്റെ ശാസ്ത്രീയ നാമം പാപ്പിലിയോ ബുദ്ധ എന്നുള്ളതാണ്. പാപ്പിലിയോ ബുദ്ധ എന്ന് പറയുന്നതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ബുദ്ധമയൂരി എന്താണ്? കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണെന്ന് ചോദിച്ചാൽ ബുദ്ധമയൂരിയാണ്. ശാസ്ത്രീയ നാമം ഓർത്ത് വയ്ക്കുക, പാപ്പിലിയോ ബുദ്ധ എന്നുള്ളതാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധമയൂരി എന്നുള്ള പേര് എന്തായാലും ഓർത്തിരിക്കണം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമാണ് എന്ത്? ബുദ്ധമയൂരി. അപ്പോൾ ഓണത്തെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിന്റെ ചില വിശേഷണങ്ങളാണ്. കേരളത്തിലെ ചില സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ ജില്ലകളുടെയൊക്കെ വിശേഷണങ്ങളാണ്. ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള വിശേഷണങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണെന്ന്. ഒന്നും വിട്ടുകളയാനില്ല, എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാം ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. എന്തായാലും ഷുവർ ആണ്, എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നോക്കാം. ദൈവത്തിന്റെ സ്വന്തം നാട്, അതുപോലെ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം, തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? കേരളമാണ്. ഓക്കെ, കേരളത്തിന്റെ വിശേഷണങ്ങളാണ് ഇത് മൂന്നും. കേരളമാണ് ഇതിന് ഉത്തരം. കേരളത്തിന്റെ വിശേഷണങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ദൈവത്തിന്റെ സ്വന്തം നാട്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ദൈവത്തിന്റെ സ്വന്തം നാട്, അതുപോലെ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം, തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കേരളമാണ്. കേരള സംസ്ഥാനത്തിന്റെ വിശേഷണങ്ങളാണ് മൂന്നും. നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് കേരളത്തിന്റെ നെതർലൻഡ്, കേരളത്തിന്റെ മത്സ്യത്തൊട്ടി, കേരളത്തിന്റെ നെല്ലറ, അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, പമ്പയുടെ ദാനം, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്?
കുട്ടനാടാണ്. കുട്ടനാടിന്റെ വിശേഷണങ്ങൾ ഓരോന്നും ഇതിലെ എല്ലാ പോയിന്റ്സും ഓരോ വർഷം ഓരോ LDCക്ക് ആയിക്കോട്ടെ LGSന് ആയിക്കോട്ടെ മാറി മാറി ചോദിച്ചിട്ടുള്ളതാണ് എല്ലാ വിശേഷണങ്ങളും. എന്തൊക്കെയാണ്? കേരളത്തിന്റെ നെതർലൻഡ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, പമ്പയുടെ ദാനം, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഏത് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? കുട്ടനാട് തന്നെയാണ്. അപ്പോൾ കുട്ടനാടിന്റെ വിശേഷണങ്ങളാണ് ഇത് മുഴുവനും. കുട്ടനാട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കേരളത്തിന്റെ നെതർലാൻഡ്, കേരളത്തിന്റെ മത്സ്യത്തൊട്ടി, കേരളത്തിന്റെ നെല്ലറ, അതുപോലെ തന്നെ ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, പമ്പയുടെ ദാനം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? കുട്ടനാടാണ്. ഓക്കെ ആണല്ലോ. ഇനി കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം, അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? നെല്ലിയാമ്പതിയാണ്. ഓക്കെ, നെല്ലിയാമ്പതിയാണ് കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം, അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നെല്ലിയാമ്പതിയാണ്. ഓർത്ത് വെക്കുക. അതുപോലെ കേരളത്തിന്റെ വ്യവസായ നഗരം എന്നറിയപ്പെടുന്നത് എന്താണ്? ആലുവയാണ്. കേരളത്തിന്റെ വ്യവസായ നഗരമാണ് ആലുവ. അതുപോലെ കേരളത്തിന്റെ മാങ്ങാ നഗരം എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. കേരളത്തിന്റെ മാങ്ങാ നഗരം മുതലമട. മാ എന്നോർത്ത് വയ്ക്കുക. മാങ്ങാ നഗരം മുതലമടയാണ്. ആപ്പിൾ നഗരം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂരാണ്. കേരളത്തിന്റെ ആപ്പിൾ മരം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂരാണ്. ചന്ദന നഗരം, കേരളത്തിന്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് എന്താണ്? മറയൂരാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മറയൂരാണ്, മറയൂർ. അതുപോലെ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ് കേരളത്തിന്റെ ഊട്ടി. ഇവിടെ ഓർക്കുക, തെറ്റിപ്പോകരുത്. പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. കേരളത്തിന്റെ റാണിപുരം. പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. സ്വിറ്റ്സർലൻഡ്, കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ്. കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നത് വാഗമണ്ണാണ്. കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. അതുപോലെ കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ്. പാലക്കാടിലുള്ള മലമ്പുഴ ഗാർഡൻ ആണ് കേരളത്തിന്റെ വൃന്ദാവനം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. കേരളത്തിന്റെ മക്ക പൊന്നാനി. അതുപോലെ കേരളത്തിന്റെ നെയ്ത്തുപട്ടണം ബാലരാമപുരമാണ്. തിരുവനന്തപുരത്തുള്ള ബാലരാമപുരമാണ് കേരളത്തിന്റെ നെയ്ത്തുപട്ടണം ബാലരാമപുരമാണ്. അത് പണി കഴിപ്പിച്ചതാരാണ്? ദിവാൻ ഉമ്മിണിത്തമ്പിയാണ്. ഓക്കെ, ബാലരാമപുരം പണി കഴിപ്പിച്ചത്. ഇനി നെയ്ത്തുപട്ടണമാണ് ബാലരാമപുരം. അതുപോലെ കേരളത്തിന്റെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാറാണ്. അതുപോലെ കേരളത്തിന്റെ പക്ഷിഗ്രാമം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് നൂറനാട്. പക്ഷിഗ്രാമം നൂറനാടാണ് കേരളത്തിന്റെ പക്ഷിഗ്രാമം. ഓർക്കുമല്ലോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാ വിശേഷണങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ സ്വന്തം നാട്, ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം, തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് കേരളമാണ്. അതുപോലെ കേരളത്തിന്റെ നെതർലൻഡ്, കേരളത്തിന്റെ മത്സ്യത്തൊട്ടി, കേരളത്തിന്റെ നെല്ലറ, ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, പമ്പയുടെ ദാനം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? കുട്ടനാടാണ്. അതുപോലെ കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം, അതുപോലെ പാവപ്പെട്ടവന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്. അതുപോലെ കേരളത്തിന്റെ വ്യവസായ നഗരമാണ് ആലുവ. മാങ്ങാ നഗരം മുതലമട. ആപ്പിൾ മരം എന്നറിയപ്പെടുന്നത് കാന്തല്ലൂരാണ്. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മറയൂർ. ഊട്ടി, കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് റാണിപുരമാണ്. സ്വിറ്റ്സർലൻഡ്, കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ് വാഗമൺ. അതുപോലെ കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ. കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. കേരളത്തിന്റെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്നത് എന്താണ്? ബാലരാമപുരം. കേരളത്തിന്റെ കയർ ഗ്രാമം എന്നറിയപ്പെടുന്നത് വയലാർ. അതുപോലെ കേരളത്തിന്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് പോലീസ് സ്റ്റേഷനെ കുറിച്ചിട്ടാണ്. ഒരുപാട് തവണ ആവർത്തിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോലീസ് സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തമ്പാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ. സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടമാണ്, തിരുവനന്തപുരം. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്?
പട്ടമാണ്, തിരുവനന്തപുരം പട്ടം. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ, സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നഗരൂരാണ്. ആറ്റിങ്ങലുള്ള നഗരൂരാണ് എന്താണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ നഗരൂർ, ആറ്റിങ്ങൽ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നീണ്ടകരയാണ്. കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ് തീരദേശ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനാണ് നീണ്ടകര, കൊല്ലം ജില്ലയിലെ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? കൊച്ചിയിലാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ, മട്ടാഞ്ചേരി. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കസബ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ കസബ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാലും, കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാലും, കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ചോദിച്ചാലും എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കസബ പോലീസ് സ്റ്റേഷൻ, വനിതാ പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുമല്ലോ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ, തിരുവനന്തപുരം ജില്ല. അതുപോലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, തിരുവനന്തപുരം ജില്ല. അതുപോലെ തന്നെ സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസ്ഡ് പോലീസ് സ്റ്റേഷൻ നഗരൂർ, ആറ്റിങ്ങൽ ജില്ലയിലെ നഗരൂരാണ്. ആറ്റിങ്ങലിലെ നഗരൂരാണ്. അതുപോലെ സമ്പൂർണ്ണ തീരദേശ പോലീസ് സ്റ്റേഷൻ കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയാണ്, കൊല്ലം ജില്ലയിലെ നീണ്ടകര. അതുപോലെ തന്നെ മെട്രോ പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ മെട്രോ പോലീസ് സ്റ്റേഷൻ കൊച്ചിയാണ്. ടൂറിസം പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷനാണ് മട്ടാഞ്ചേരി. കേരളത്തിലെ ആദ്യത്തെ കസബ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്, അതുപോലെ വനിതാ പോലീസ് സ്റ്റേഷൻ, ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനും ഏത് തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.